ജനവാസ മേഖലയെ ഭയപ്പെടുത്തിക്കൊണ്ട് കാട്ടാന പീരുമേട്ടിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഏലപ്പാറ ടൗണിൽ ശാന്തിനഗറിലും പുതിലയം ഭാഗത്തും കാട്ടാന എത്തി. കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള വനംവകുപ്പ് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം വിഫലമാവുകയാണ്. ഇതോടെ ജനവാസ മേഖലയിലേക്ക് കാട്ടാന കടക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം മന്ദഗതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു. മിനിഞ്ഞാന്ന് ഉച്ച മുതൽ തന്നെ ആന ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളുമായി ഉണ്ടായിരുന്നു. രാത്രിയോടെ ഏലപ്പാറ ടൗണിന് സമീപം ശാന്തിനഗർ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. ഇവിടെ വീടുകളിലുണ്ടായിരുന്ന ആളുകൾ ആനയെ കണ്ട് ബഹളം വെച്ചതോടെ ആന സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് കയറി പുതിലയം ഭാഗത്തേക്ക് നീങ്ങി. ഈ സമയം ഈ ഭാഗത്തുകൂടി വന്ന ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാർ റോഡരികിൽ നിന്ന് ആനയെ കാണുകയും ഭയപ്പെടുകയും അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. ഈ സമയം കാട്ടാന സമീപത്തെ ലയത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു. ആന ലയത്തിന് സമീപത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ആനയെ നേരിൽ കണ്ട് ഇവർ ബഹളം വെച്ചതോടെ കാട്ടാന വീണ്ടും തേയിലത്തോട്ടത്തിലേക്ക് ഓടി മാറുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമർ ഫാറൂഖ് സ്ഥലത്തെത്തി. അദ്ദേഹത്തിനൊപ്പം മറ്റ് സന്നദ്ധ പ്രവർത്തകരും വനം വകുപ്പ് ജീവനക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ കാട്ടാനയെ തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. നിരവധി തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ പണിയെടുക്കുന്നവരും അധിവസിക്കുന്ന പ്രദേശമാണ് ഈ ഭാഗം. 9 ആയിട്ടില്ല, 8-8:30 കാണും സമയം, അത്രയും കാണുന്നില്ല. ഞാൻ കണ്ടു ആന ഇറങ്ങി വീട്ടിൽ താഴെ ഇറങ്ങി പോകുമ്പോൾ ആന എൻ്റെ മുമ്പേ വന്ന് നിൽക്കുമായിരുന്നു. അതിന് മുന്നേ അവിടെ വാര അവിടെ വെട്ടി അവിടെ വലിച്ച് താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ കയ്യാലൊക്കെ പോയിട്ടുണ്ട്. അവിടെ അതിലേ കയറി ഇതിലേ വരുമ്പോഴാണ് ലയൻസിലടുത്ത് ഞാൻ ഇറങ്ങി ഈ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആന നേരിട്ട് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് ഓടി വരുമ്പോഴാണ് പിള്ളേരുടെ കഥവൊക്കെ തുറന്നല്ലേ കിടക്കുന്നത്. കഥവടയ്ക്കാനായിട്ട് എല്ലാവരും വിളിച്ച് പറയുകയും ചെയ്യും. മേരി. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നു. പകൽ സമയത്ത് ആനയെ തുരത്തുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. രാത്രി സമയത്ത് ആനയെ കാട്ടിലേക്ക് കയറ്റിവിടാൻ വനം വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കാട്ടാന ഓരോ നിമിഷവും പല സ്ഥലങ്ങളിലേക്ക് മാറുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം കാട്ടാനകൾ ജനവാസ മേഖലയിൽ കടക്കാതിരിക്കാനുള്ള ഫെൻസിംഗ് സംവിധാനത്തിലടക്കം വൻ വീഴ്ചയാണ് വനംവകുപ്പിന് ഉണ്ടായിരിക്കുന്നത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമർ ഫാറൂഖ് ആരോപിച്ചു. കൃത്യമായ രീതിയിലുള്ള RRTയുടെ പരിശോധന ഇവിടെ കൃത്യമാക്കണം. അതേപോലെ തന്നെ കേന്ദ്ര ഫണ്ടിൽ നിന്നും MP ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും ഇതുവരെയായിട്ടും വനമേഖലാ കേന്ദ്രങ്ങളിൽ ഇതുവരെയായിട്ടും ഫെൻസിംഗ് പോലും നടത്താത്ത സാഹചര്യമാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്തരത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകും. ഇന്നലെ ഒരു 7:30യോടുകൂടിയാണ് പുതിലയം ഭാഗത്തായിട്ട് ആളുകൾ സഹവസിക്കുന്ന സ്ഥലത്തേക്ക് ആന ഇറങ്ങിയത്. കൃത്യമായ രീതിയിൽ തന്നെ ഇവിടുത്തെ ആളുകളും RRTയുടെ പെട്രോളിംഗ് ഈ ഭാഗത്ത് ഉറപ്പുവരുത്തണമെന്നും വനം വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഉമർ ഫാറൂഖ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.